ക്വസ്റ്റ്യൻ നമ്പർ 28th ക്വസ്റ്റ്യൻ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ നിന്നും ചോദിച്ചിട്ടുള്ളതാണ്. ഒരു ഇൻ്റഗ്രൽ അവിടെ കാണാം, അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ അവിടെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്നത് ഒരു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനാണ്. നിങ്ങൾക്കറിയാം, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഉള്ളിൽ എന്താണോ അതിൻ്റെ റേഞ്ച് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ റേഞ്ചിനെ ഇൻറ്റിജർ വാല്യൂസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻ്റഗ്രലിനെയും സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് മെത്തേഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ എനിക്ക് ആദ്യം വേണ്ടത്, ഇവിടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഉള്ളിൽ വന്നിരിക്കുന്നത് √10x/x+1 അല്ലേ? ഇതിൻ്റെ റേഞ്ചാണ് ആദ്യം എനിക്ക് വേണ്ടത്. അതായത് ഈ ക്വാണ്ടിറ്റി ഏത് നമ്പർ മുതൽ ഏത് നമ്പർ വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ആ ഇൻ്റർവെലിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റിജർ വാല്യൂസ് കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യണം, അല്ലേ? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 9 അല്ലേ? അതായത് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 മുതൽ 9 വരെയാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ശരിയല്ലേ? എക്സ് 0 ആണെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റി എന്ത് വരുമെന്ന് നോക്കാം. √10x/x+1 എന്ന് പറയുന്നത് 0 വരില്ലേ? ഇനി ഇതേപോലെ എക്സ് 9 ആണെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 10x/x+1 എന്ത് വരും? √10 × 9 / 10 √9 അഥവാ 3 അല്ലേ മക്കളെ വരിക, അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റിയത്? എക്സ് 0 മുതൽ 9 വരെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ √10x/x+1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി 0 മുതൽ എവിടം വരെയാണ് പോകുന്നത്? 3 വരെയാണ് പോകുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ ഇത്? അല്ലേ? 0 മുതൽ 3 വരെയാണ്. ഇനി അപ്പോൾ 0 മുതൽ 3 വരെയല്ലേ നമ്മുടെ ആ ക്വാണ്ടിറ്റിയുടെ റേഞ്ച് വരുന്നത്. ഈ റേഞ്ചിനെ ഇൻറ്റിജർ വാല്യൂ വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം. ഇൻറ്റിജർ വാല്യൂ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 0 മുതൽ 3 വരെയുള്ളതിനെ ഇൻറ്റിജർ വാല്യൂ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 0 to 1 വേണം, 1 to 2 വേണം, പിന്നെ 2 to 3 വേണം. ശരിയാണല്ലോ? അപ്പോൾ നോക്കിയേ, ഇതൊക്കെ ആരുടെ വാല്യൂസ് ആണ്? √10x/x+1ൻ്റെ വാല്യൂസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. എക്സിൻ്റെ വാല്യൂ 0 to 9 ആണ്. അപ്പോൾ ഈ √10x/x+1 1 ആണെങ്കിൽ എക്സ് എന്ത് വരും നമുക്ക് നോക്കാം. സ്ക്വയർ ചെയ്താൽ 10x/x+1 = 1 എന്ന് കിട്ടത്തില്ലേ? അതായത് 10x = x+1, 9x = 1, x = 1/9 എന്ന് കിട്ടും, അല്ലേ? അപ്പോൾ ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഏത് ക്വാണ്ടിറ്റി? √10x/x+1 എന്ന് പറയുന്നത് = 1 വരുന്നത് എക്സ് എന്ത് വരുമ്പോഴാണ്? അത് നമുക്ക് ഇവിടേക്ക് എഴുതി വെച്ചേക്കാം. എക്സ് എന്ന് പറയുന്നത് 1/9 വരുമ്പോഴാണ്. ഇനി ഇതേപോലെ അടുത്തത് നോക്കാം. ഈ √10x/x+1 എന്ന് പറയുന്നത് അടുത്ത ഇൻറ്റിജർ ആയിട്ടുള്ള 2 വരണമെങ്കിൽ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10x/x+1 4 എന്നല്ലേ കിട്ടുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 10x = 4x + 4 എന്ന് കിട്ടത്തില്ലേ? അതായത് 6x = 4 അഥവാ x = 2/3 എന്നല്ലേ വരിക? അപ്പോൾ √10x/x+1 = 2 എന്ന് വരണമെങ്കിൽ അവിടെ x എന്ന് പറയുന്നത് എത്രയായിരിക്കും? x 2/3 ആയിരിക്കും. കണ്ടോ? അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് ഒക്കെ വെച്ചുകൊണ്ട് ആരെ സ്പ്ലിറ്റ് ചെയ്യണം? ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അടുത്ത പേജിലേക്ക് ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്നത് 9 അല്ലേ, ഇൻ്റഗ്രൽ 0 to 9 ആണ്. അപ്പോൾ ഞാൻ അതിനെ ഇൻ്റഗ്രൽ 0 to നോക്കി, നമ്മൾ ആ ഉള്ളിലുള്ള ക്വാണ്ടിറ്റി 0 to 3 ആണ്. അപ്പോൾ അവിടെ സ്പ്ലിറ്റിങ് വന്നത് എങ്ങനെയാണ്? 0 to 1, 1 to 2, 2 to 3. പക്ഷെ അവിടെ 0 എന്നും 1 എന്നും 2 എന്നും 3 എന്നും ഒക്കെ എഴുതിയിരിക്കുന്നത് ഈ √10x/x+1ൻ്റെ കാര്യമാണ്. പക്ഷേ ഇൻ്റഗ്രൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എക്സ് വാല്യൂസ് വെച്ചിട്ടല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് 0 to 1/9 അല്ലേ? ഇത് 0 ഇവിടെ വരുമ്പോൾ 9. ശരിയാണല്ലോ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 to 1/9 അതല്ലേ ആദ്യത്തെ സ്പ്ലിറ്റിങ് വരുന്നത്. ഓക്കെ, അങ്ങനെ 0 to 1/9 ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ആ ഉള്ളിലുള്ള ക്വാണ്ടിറ്റി എന്തായിട്ടാണ് വരിക? ഉള്ളിലുള്ള ക്വാണ്ടിറ്റി 0ക്കും 1നും ഇടയിലല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഇൻറ്റിജർ പാർട്ട് 0 അല്ലേ വരിക? ഇനി അടുത്ത എക്സ് എടുക്കേണ്ടത് 1/9 മുതൽ 2/3 വരെ. കണ്ടോ? 1/9 മുതൽ 2/3 വരെ. എക്സ് 1/9 മുതൽ 2/3 വരെയാണെങ്കിൽ നമ്മുടെ √10x/x+1 1 to 2 അല്ലേ വന്നിരിക്കുന്നത്? അപ്പോൾ 1നും 2നും ഇടയിലുള്ള ഒരു നമ്പറിൻ്റെ ഇൻറ്റിജർ പാർട്ട് അത് 1 അല്ലേ? അപ്പോൾ ഇവിടെ 1 × dx എന്ന് കിട്ടും. വീണ്ടും അടുത്തത് 2/3 to എവിടം വരെ? 9 വരെയാണ്.
അല്ലേ 2/3 to 9. പക്ഷേ എക്സ് ഞാൻ 2/3 to 9 എടുത്താൽ നോക്കിയേ √10x/x+1 2 to 3 അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻറ്റിജർ പാർട്ട് 2 അല്ലേ വരുന്നത്. അപ്പോൾ ഇൻറ്റിജർ പാർട്ട് 2 ആണ്. അപ്പോൾ ഇതാണല്ലോ ഞാൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് 9 ഇൻറ്റു 0യുടെ ഇൻ്റഗ്രൽ 0 തന്നെ, നോക്കേണ്ട കാര്യമില്ല. 1 ഇൻ്റഗ്രൽ എക്സ് ആണ്, ഓവർ ദ ലിമിറ്റ് 1/9 to 2/3. അടുത്ത 2 ഇൻ്റഗ്രൽ 2x ആണ്, അവിടെയും ഓവർ ദ ലിമിറ്റ് 2/3 to 9 വരും. വിച്ച് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 0 പ്ലസ് അടുത്തത് 2/3 മൈനസ് 1/9, അടുത്തത് 2 ഇൻറ്റു 9 മൈനസ് 2/3 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 9 ഇൻറ്റു 5/9 പ്ലസ് 150/9 എന്ന് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഇത് 155 എന്നാണ് വരുന്നത്. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 155 ആണെന്ന് കാണാൻ പറ്റും.